കുഞ്ഞാട് പോയതാം പാതയിലവനെ എന്നും അനുഗമിച്ചോടി വരെ. സ്വന്ത ബന്ധം നേടും നാടും ഇവർക്കില്ല, സ്വന്തം യേശു മാത്രമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്രയും പെട്ടെന്ന് പ്രിയ ഡോണച്ചാനെ ഞങ്ങളെ വിട്ട് വേർപിരിയുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. താൻ വീണ്ടും സൗഖ്യം പ്രാപിച്ചു കർത്താവിൻ്റെ വേലയ്ക്ക് ചെയ്യാൻ അടുതൽ തന്നെ എത്തുമെന്നുള്ളതായ വളരെ പ്രത്യാശയോടുകൂടെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി കാത്തിരിക്കുകയുമായിരുന്നു. എന്നാൽ താൻ കർത്താവിൻ്റെ വേലയ്ക്കായി അടുതല പ്രദേശത്ത് കടന്നു വന്നതിന് ശേഷം ഇപ്പം ഏകദേശം 1.25 വർഷമാകുന്നു. ഈ 1.25 വർഷം കൊണ്ട് എന്തെല്ലാം തരത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ആ ദേശത്ത് ചെയ്യുവാൻ സാധിക്കുമോ, അതിനേക്കാൾ ഉപരിയായി ഭവന സന്ദർശനമായാലും ട്രാക്ട് കൊടുപ്പായാലും പരസ്യയോഗങ്ങൾ നടത്തുന്നതിനും എന്തെല്ലാം മീറ്റിങ്ങുകൾ നടത്തുന്നതിനും താൻ വളരെ ഉത്സാഹവാനായിരുന്നു, അല്ലെങ്കിൽ ഉത്സാഹമുള്ളവനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ സഭയിലെ എല്ലാ ദൈവമക്കളും വളരെ താല്പര്യത്തോടെ ഡോണച്ചാനോടൊപ്പം ആയിരിക്കും, എപ്പോഴും കാണും. ഏതാവശ്യത്തിന് വിളിച്ചാലും വല്ല വിശ്വാസഭവനത്തിലൊരു എന്തെങ്കിലും കാര്യം ജോലി ഉണ്ടെങ്കിൽ തന്നെയും താൻ വിളിച്ചാൽ എല്ലാ ദൈവമക്കളും ഓടി തക്ക സമയത്ത് അവിടെ എത്തും. തനിക്ക് 4 മാസത്തിന് മുമ്പ് സൗഖ്യം, പനിയുടെ അസ്വസ്ഥയൊക്കെ ആരംഭിച്ചു. അതിനുശേഷം തനിക്ക് വയ്യാതെ വയ്യാതിന് ശേഷം, എന്നാൽ 1 മാസത്തിന് മുമ്പാകുന്നു താൻ വളരെ ശാരീരികമായി വളരെ ക്ലേശത്തിലായത്. ആ ദിവസങ്ങളൊക്കെ എന്നെ വിളിക്കും. ഞാൻ സഭായം കഴിഞ്ഞിട്ടായാലും അല്ലാത്തപ്പോഴായാലും ഞാൻ പറയും, ഏത് രാത്രിയില്ല പാതിരാത്രിക്കായാലും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, ഞാൻ എപ്പോൾ വരുന്നതിനും എനിക്ക് യാതൊരുമായ മനസ്സ് കേടുമില്ല, അതിനാൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാവും ഞാൻ ഭവനത്തിലേക്ക് കടന്നു പോകുന്നത്. ആ ദിവസങ്ങളിലൊക്കെയും കടന്നു വരുവാനും പ്രിയപ്പെട്ട ഡോണച്ചാൻ ഞങ്ങളെ കഴിയുന്നിടത്തോളം ശുശ്രൂഷിപ്പാനൊക്കെയും ദൈവം സഹായിച്ചു. അതിനുശേഷം താൻ വളരെ കൂടുതലായി തനിക്ക് എഴുന്നേൽക്കുവാനോ മറ്റോ വയ്യാത്ത അവസ്ഥയിലേക്ക് ആയപ്പോൾ ഞങ്ങളെല്ലാ ദൈവമക്കളും ഒരു ദിവസം പോലും ഇല്ലാതെ രാവിലെയും വൈകുന്നേരവും വിശ്വാസഭവനത്തിൽ കടന്നു വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനൊക്കെയും ദൈവം ഞങ്ങൾക്ക് സഹായിച്ചു. ഞങ്ങളുടെ ദേശത്ത് താൻ വളരെ മാന്യമായ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു എന്ന് തന്നെ വളരെ അഭിമാനത്തോടുകൂടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ ദേശക്കാരും അല്ലെങ്കിൽ എല്ലാവരും അത് ഓർക്കുകയും ചെയ്യുന്നു. മെമ്പർ തന്നെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ നിന്ന് നമുക്ക് മനസ്സിലാവും, കർത്താവിന് വേണ്ടി തൻ്റെ ജീവൻ കൊടുത്ത് കർത്താവിന് വേണ്ടി തൻ്റെ ഈ പ്രായത്തിൽ എങ്ങനെയൊക്കെ കർത്താവിനെ സേവിക്കണമോ അതൊക്കെയും ചെയ്യുവാൻ വളരെ താല്പര്യത്തോടു കൂടെ ആവുന്നു ഞങ്ങളോടൊപ്പം അവിടെ ആയിരുന്നത്. എന്നാൽ സുവിശേഷ സംബന്ധമായുള്ള കാര്യങ്ങൾ താൻ വളരെ തീഷ്ണതയുള്ളവളായിരുന്നു. ആ ഒരു കാര്യങ്ങൾ താൻ വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ എല്ലാവരോടും ഉപദേശിക്കുകയും അതിന് പ്രകാരം എല്ലാ ദൈവമക്കളും തന്നെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നതിനാൽ ഞങ്ങൾക്ക് തൻ്റെ വേർപാട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ഞങ്ങളെല്ലാവരും വളരെ ഭാരത്തിലും ദുഃഖത്തിലുമൊക്കെയും ആയിരുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ ഞാനിവിടെ കടന്നു വന്നു. തൻ്റെ അടുത്ത് പോയി കൺവെൻഷനോടനുബന്ധിച്ചുള്ള ജോലികളൊക്കെയും ചെയ്യാനതിന് വേണ്ടി ഞാൻ കടന്നു വന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പോയി അച്ഛൻ്റെ അടുത്ത് ഇരുന്നു. അവിടെ ഇരുന്ന് അല്പസമയം സംസാരിച്ച ശേഷം ഞാൻ ചോദിച്ചു, എന്താ ഭാരം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. വളരെ സന്തോഷവാനായി തന്നെ താനായിരുന്നു. അതുപോലെ തന്നെ താൻ കുഞ്ഞുങ്ങളെയൊക്കെയും നല്ല തരത്തിൽ സൺഡേ സ്കൂൾ കുട്ടികളെ ആയാലും മറ്റുള്ളവരെല്ലാം കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരുന്നതിന് വേണ്ടി കർശനമായി അവരെ അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊടുത്ത് അതിനൊരു വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ നല്ല ശ്രേഷ്ഠമായ രീതിയിൽ കൊണ്ടുവരുന്നതിനൊക്കെയും താൻ വളരെയേറെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട ദേവദാസനെ കൊണ്ട് ഞങ്ങളുടെ ദേശത്ത് ദൈവം ചെയ്യിച്ചതായ എല്ലാ നല്ല പ്രവർത്തികൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ
പ്രിയ അച്ഛൻ്റെ വയ്യായതിനു ശേഷം പ്രിയ ഡോണച്ചാൻ്റെ പിതാവും മാതാവൊക്കെ അവിടെ കടന്നു വന്നു. അവരുമായും കാണുന്നതിനും സ്നേഹം പങ്കിടുന്നതിനൊക്കെയും ഞങ്ങൾക്ക് സഹായിച്ചു. ഞങ്ങളൊരു ഭവനത്തിലെ അംഗങ്ങളെ പോലെ ഞങ്ങൾക്ക് പ്രവർത്തിപ്പാനും നിങ്ങൾ തന്നെ സ്നേഹിപ്പാനൊക്കെയും ഞങ്ങൾക്ക് ദൈവം വലിയ കൃപ തന്നു എന്ന് തന്നെ ദൈവത്തിൻ്റെ സ്ഥലം നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാകുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന ആ സമയത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൻ്റെ പ്രായമാണ് തനിക്കുള്ളത്, 36 വയസ്സാവുന്നു തനിക്ക്. എങ്കിലും ഞാൻ അച്ഛൻ എന്നാണ് വിളിക്കുന്നത്, തന്നെ അച്ഛൻ എന്നാണ് തിരിച്ചും വിളിക്കുന്നത്. ഞാൻ ഇപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എന്നോട് എൻ്റെ മകൻ ജിജോ അത്യാവശ്യമായിട്ട് വരാൻ പറയണം, എനിക്ക് കാണണം, അവനൊരു ശുശ്രൂഷയുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്നോട് ചോദിച്ചു, അച്ഛന് വിഷമമുണ്ടോ അവൻ കടന്നു വരുന്നതിൽ? അങ്ങനെ താൻ ചോദിക്കാൻ കാരണം കഴിഞ്ഞ മാസമാകുന്നു അവൻ കടന്നു വന്നിട്ട് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ അറിഞ്ഞൂടെ, എനിക്ക് ആ ഒരു കാര്യങ്ങളിലൊന്നും യാതൊരു വിഷമവും ഉള്ളവനല്ല ഞാൻ. അച്ഛനെ ശുശ്രൂഷിക്കുന്നു, വിശുദ്ധന്മാരെ ആരെ ശുശ്രൂഷിക്കുന്നതിനും അവൻ വളരെ താല്പര്യമുള്ളവൻ്റെ അതിനാൽ കടന്നു വരുന്നത് എനിക്ക് വിഷമമില്ല എന്ന് പറയുകയും ഒക്കെയും ചെയ്തു. എന്നാൽ തന്നെ കൊണ്ട് ചെയ്യിച്ച എല്ലാ നല്ല വേലകൾക്കായും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തനിക്കായി സ്വർഗത്തിലിരിക്കുന്ന നല്ല പ്രതിഫലത്തെ പ്രാപിപ്പാൻ കർത്താവ് പ്രിയപ്പെട്ട ദേവദാസൻ കടന്നു പോയിരിക്കുന്നു. ആ നല്ല മാതൃകളെ പിൻപറ്റി ജീവിപ്പാൻ്റെ കൊണ്ടും ഞങ്ങളെയും ദൈവം സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ ദൈവങ്ങളും വിശുദ്ധന്മാരും പ്രാർത്ഥിക്കുന്നത് വീഴ്ചൻ സാക്ഷി പറയുന്നവർ ചുരുക്കമായി പറയണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുക. മാത്തുക്കുട്ടി ഉദിമോട് ഉണ്ടോ? ഇല്ല, പറയുന്നവർ ചുരുക്കമായി പറയണം. സാക്ഷി ധാരാളം പറയാനുണ്ട്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ നല്ല സമയത്ത് ദൈവത്തെ സ്തുതിപ്പാനും വിശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം. കർത്താവ് തന്ന നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ ഒരു ചെറിയ ചരിത്രം പറയേണ്ടതായ ഒരു ചുറ്റുപാടിലാണ് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ മസ്കറ്റിലെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ദൈവം പ്രവർത്തിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിലൊക്കെയും കൂടെ ഇരുന്ന് സഹായിച്ച് ആത്മാക്കളെ തന്ന് വിശുദ്ധന്മാരെ അവിടെ അയച്ച് ദൈവത്തിൻ്റെ വേല അവിടെ ചെയ്യുവാൻ തക്കണം കർത്താവ് ഇടയാക്കി തീർത്തു. അതിനായിട്ട് നിന്നോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ പൈതൽ അവർ രണ്ടുപേരും അവിടെ കടന്നു വന്നു. അവർ വളരെയധികം സന്തോഷവും അനുസരണവും ഭയവും ഭക്തിയുള്ളവരായി ജീവിപ്പാൻ തക്കണം ദൈവം ഇടയാക്കി തീർത്തു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയും ദൈവം എനിക്ക് ഇടയാക്കി തീർത്തുകയും ശാന്തനും സുശീലനുമായ ഒരു പൈതലായിരുന്നു. നിന്നോട് എടുത്തിയാട്ടുമോ മറ്റു കാര്യങ്ങളിലൊക്കെ ആരും ഇൻ്റർഫിയർ ചെയ്യാത്ത സാഹചര്യത്തിൽ തന്നെ ആ ബാല്യപ്രായത്തിൽ തന്നെ ദൈവത്തിനായി സമർപ്പിച്ച് ദൈവ ആലോചന പ്രകാരം വളരുവാനും വളർത്തപ്പെടുവാനും ദൈവം സഹായിച്ചു. അതിനോട് സ്തോത്രം ചെയ്യുന്നു. കൂടാതെ എനിക്ക് പ്രിയ പൈതലിനോട് വളരെ ഹൃദയത്തിൻ്റെ സന്തോഷം. എന്നെ ബഹുമാനിക്കുകയും ഞങ്ങളെ ബഹുമാനിക്കുകയും അതിൽ ഞങ്ങളെ നാട്ടിലും നെയ്ബേഴ്സാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ സന്തോഷവും സമാധാനവും ഐക്യതയോടും ജീവിപ്പാൻ തക്കണം കർത്താവിടെയാക്കി തീർത്തു. തന്നെയാണ് നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ നാട്ടിൽ കടന്നു വന്നതിന് ശേഷം ആണ് അവിടെ വിശുദ്ധന്മാരെയൊക്കെയും ആക്കി അവിടുത്തെ വേല അനുഗ്രഹമായി തീരുവാൻ തക്കണം ദൈവം സഹായിച്ചത്. ഇപ്പോൾ വളരെ ഐക്യപ്പെട്ടായ ഒരു വേല അവിടെ ചെയ്യുവാൻ തക്കണം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാട് നിന്നോട് ഞാൻ അവിടുത്തെ സഭയുടെ വളർച്ച അറിയുമ്പോൾ എൻ്റെ ഹൃദയത്തിന് വളരെ സന്തോഷമുണ്ട് എന്നതിനോട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്കൂളിൻ്റെ സ്ഥലം ഞങ്ങൾക്ക് ഒരു നോട്ടീസ് എടുത്തു. ഒരു ഫ്രൈഡേ മോർണിംഗിൽ ഞങ്ങൾ ആരാധനയ്ക്ക് വന്നപ്പോൾ ഇവിടെ തുടർന്നുള്ള ആരാധന സാധ്യമല്ല എന്ന് പറഞ്ഞ് നോട്ടീസ് ഇട്ടു. ഞങ്ങളെ ആ
ചൂട് സമയത്ത് ആ സ്കൂളിൻ്റെ ഞാൻ മുട്ടുകുത്തി കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമായ ആരാധനാലയം തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നുപോയി. അതിന് നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾക്ക് ഒരു ക്യാമ്പിൽ ആരാധനയ്ക്ക് കൂടി ഒരുപാട് സഹായിച്ചു. അതിനുശേഷം ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്തൊരു ചാപ്പലുണ്ടായിരുന്നു, അവിടെ ആരാധനയ്ക്ക് കൂടുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ചർച്ച് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് ദൈവത്തെ ആരാധിപ്പാൻ തക്കണയാക്കി തീർത്തു. 81 മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് ചർച്ച തന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ കടന്നു പോന്നു. അവിടെയുള്ള സഹോദരന്മാരെ ഏൽപ്പിച്ച് ഇടയ്ക്ക് അനുഗ്രഹം വിശുദ്ധന്മാരെ ആലോചന പ്രകാരം അവിടുത്തെ കരങ്ങളൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാട്ടിൽ കടന്നു പോകാൻ എനിക്ക് സഹായിച്ചു. അതിനുശേഷം നാട്ടിൽ വന്ന് ഞാൻ തന്നെ ആയിരിക്കുമ്പോൾ അവിടുത്തെ വിവരങ്ങളൊക്കെയും അറിഞ്ഞ ദൈവത്തെ സന്തോഷിപ്പാൻ തക്കണക്കിടയാകുന്നതിന് ശേഷമാണ് നമുക്ക് ആരാധന സ്ഥലവും സൗകര്യങ്ങളൊക്കെയും ലഭിച്ചു. അവിടെ ഇപ്പം നമ്മുടെ ആരാധന സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിപ്പാൻ ഗൾഫിൽ നമുക്ക് സ്വന്തമായി ആരാധന സ്ഥലമുള്ളത് ഒരു സ്ഥലം മാത്രമാണ്. ദൈവത്തിനും അധികം മഹത്വം കൊടുക്കുവാൻ നിൽക്കണം. ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് ശേഷം പ്രിയ വൈദ്യൽ 8ാമത്തെ വർഷമാണ് ശുശ്രൂഷയ്ക്കായി ഇറങ്ങുന്നത്. അതിന് അടുത്തല്ല ആണ് സുഖമില്ലാതിരുന്ന സന്ദർഭത്തിൽ അവിടെ പോയി കാണുവാൻ അന്ന് കണ്ട ആ സന്ദർഭം എൻ്റെ ഹൃദയം തരുവാൻ ദൈവമാക്കി തീർത്തുവെങ്കിലും കർത്താവേ സൗഖ്യമല്ല, ഞാൻ ദൈവത്തിൻ്റെ നിലനിടമേ, ദൈവത്തിൻ്റെ നിലമേ ദിവസവും എപ്പോഴും. അതിനുശേഷം ഞാൻ രാത്രികാലം മുഴുവനും ഉറങ്ങിയിട്ടില്ല. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഉറക്കം ഉണരുമ്പോൾ പ്രിയ പൈതലിനെ കാണുകയാണ്. ബൾക്കിയായിട്ടുള്ള ആ ശരീരം കണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ ദൈവം സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് രാത്രികാലം കഴിയുവാടിയാകട്ടെ. അതിനുശേഷം കഴിഞ്ഞ രാത്രി പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കുന്ന സമയത്താണ് ഈ വിവരം അറിയുന്നത്. ദൈവം ഞങ്ങൾക്ക് ആശ്വാസം തന്നു. ദൈവത്തിൽ ആശ്വസിച്ച് ദിവസമാധാനം പ്രായപ്പാടിയാക്കി തീർത്തനായിട്ട് ഒന്നിവിടെ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. 36 വയസ്സേ ഉള്ളെങ്കിലും 72 വർഷത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ ഈ 8 വർഷം കൊണ്ട് ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യതയെ ചേർത്തിനാടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത്രയും ഭക്തന്മാർ ദൈവസന്നിധി കടന്നു വന്ന് എൻ്റെ അടക്കാരൻ പങ്കുവരുവാൻ നിൽക്കണം. ദൈവം സഹായിച്ചിട്ടായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. നിത്യതയിൽ കാണുവാന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാനും എൻ്റെ ഓട്ടം തികച്ച് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം തന്നതായ സന്തോഷം, സമാധാനം, സ്വസ്ഥതയും പ്രാപിപ്പാൻ തക്കണം. ദൈവടിയാക്കനായിട്ട് നിങ്ങളുടെ സ്തോത്രം ചിന്തയും ശാന്തതയോടും സൗമ്യതയോടും പ്രത്യാശയോടും ജീവിച്ച് പ്രവർത്തിച്ച് സമയത്തിനുള്ളിൽ എൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കി പോയതിനാടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൽ മാത്രമാണ് ആശ്വാസം പ്രാപിക്കാൻ അവിടെയാക്കത്തുള്ളൂ. ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നുള്ള വാക്കോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സ്തോത്രം. ചുരുക്കമായി പറയണം, വീണ്ടും ഓർപ്പിക്കുക. ദൈവം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക അവസ്ഥയിൽ ഇവിടെ കടന്നു വരുവാനും കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഡോൺ ബ്രദറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനാണെങ്കിൽ അധികമായിട്ടുണ്ട്. എന്നാൽ സമയം ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എൻ്റെ സാക്ഷി അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി ഞാൻ മസ്കറ്റിലുള്ളതായ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെയും അവിടെയുള്ളതായ എല്ലാ അധ്യാപകരുടെയും അനുശോചനവും പ്രത്യാശയും ഈ തരുണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. 1995 ഞാൻ ഈ ബ്രദർ ഡോണിനെ കാണുന്നത്. അന്നത്തെ എനിക്ക് ഏകദേശം 6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അന്ന് ഞാൻ ആ ഭവനത്തിൽ കടന്ന് ഇന്ന് തന്നെ കണ്ടതിന് ശേഷം താനൊരു സൺഡേ സ്കൂൾ കുഞ്ഞായിട്ട് അവിടെ വളരുന്ന ആ വളർച്ച എനിക്ക് കാണുവാനിടയായി. പ്രത്യേകിച്ച് എടുത്ത് പറയുവാൻ തക്കോണം തൻ്റെ ജീവിതത്തിൽ കണ്ടതായ കാര്യം വളരെ പക്വതയുള്ളതായ ഒരു വ്യക്തിയായിരുന്നു. തീരെ ചെറിയ പൈതലായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രായത്തിനേക്കാൾ ഉപരിയായുള്ള പക്വത താൻ കാണിച്ചിരുന്നു. വളരെ സൗമ്യനായിരുന്നു. അങ്ങനെ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് അനുകരിക്കത്തക്കോണമുള്ളതായ നല്ല മാതൃകയോടുകൂടെ ബ്രദർ ഡോൺ വളരുവാനിടയായി.
തൻ്റെ മാതാപിതാക്കളും തന്നെ വളരെ ഭക്തിയോടെ വളർത്തി നല്ല ഒരു വിദ്യാഭ്യാസത്തെ തനിക്ക് കൊടുത്തു. ഉപരിപഠനത്തിനായി അമേരിക്കയിൽ പോയതിന് ശേഷം മടങ്ങി വരുമ്പോൾ കർത്താവിൻ്റെ മഹനീയമായ വിളി കേൾക്കുവാനും തൻ്റെ ജീവിതത്തെ ആ വിളിക്കായി സമർപ്പിക്കുവാനും സന്തോഷത്തോടെ കർത്താവിൻ്റെ മഹനീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുവാനും ദൈവം സഹായിച്ചു. ഈ ചുരുങ്ങിയ 8 വർഷത്തിനുള്ളിൽ അധികം വർഷങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുവാൻ കഴിയാത്തതിലും അധികമായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യുവാൻ്റെ ഗുണം കർത്താവ് തന്നെ സഹായിച്ചനായി ദൈവത്തെ സ്തുതിക്കുന്നു. താൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കർത്താവ് കൊടുത്ത താലന്ത് പ്രകാരം പല ശുശ്രൂഷകർക്കും താൻ പരിഭാഷപ്പെടുത്തുന്നതായ ഒരു ശുശ്രൂഷ മസ്കറ്റിലും ദുബൈയിലുമൊക്കെയും താൻ ചെയ്തുകൊണ്ടിരുന്നിരും. അങ്ങനെ തനിക്ക് കൊടുത്തതായ താലന്തുകളെ കർത്താവിന് വേണ്ടി നന്നായി ഉപയോഗിപ്പാൻ്റെ ഗുണം കർത്താവ് തന്നെ സഹായിച്ചനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയരാഴ്ചാനും മാമയും ബ്ലസ്സനുമൊക്കെയും ഞങ്ങൾക്കൊന്നിച്ച് കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഞങ്ങൾക്ക് ഇടയായിക്കൊണ്ടിരിക്കുന്നു. അവിടെയും താൻ സൗഖ്യമില്ല എന്നറിഞ്ഞ സമയം മുതൽ ഞങ്ങളുടെ ഏരിയയിലുള്ളതായ എല്ലാ ഏരിയകളിലും പ്രാർത്ഥിക്കുകയും സഭയായുള്ള പ്രാർത്ഥനയിലും ഉപവാസ പ്രാർത്ഥനയിലും സഭായോഗങ്ങളിലും തനിക്ക് വേണ്ടി വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്കിലും കർത്താവിൻ്റെ ഹിതം ഇങ്ങനെയായിരുന്നതിനാൽ കർത്താവ് തന്നെ തൻ്റെ സ്നേഹിൽ ചേർത്തനായ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് മസ്കറ്റിൽ ഇപ്പോൾ ഉള്ളതായ എല്ലാ വിശ്വാസികളുടെയും അവിടെയുള്ളതായ ശുശ്രൂഷൻ പാസ്റ്റർ ഫെലിക്സിൻ്റെയും അതുപോലെ ബ്രദർ അരുണിൻ്റെയും മദർ ലില്ലി സിസ്റ്റർ ജോയ്സിൻ്റെയും അനുശോചനവും പ്രത്യാശയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി ഇപ്രകാരം ഒരു അവസരം തന്ന വിശുദ്ധന്മാർക്കും ദൈവജനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സല്ലിരുന്നു കൊള്ളുന്നു. സിസ്റ്റർ പെർണമ്മ, ബാംഗ്ലൂർ. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു സാക്ഷിയായി തിരുവനന്തപുരം ദൈവം തന്ന കൃപയ്ക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര പെട്ടെന്ന് ഡോൺ ബ്രദറിനെ കുറിച്ച് ഇങ്ങനൊരു സാക്ഷി പറയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കൺവെൻഷൻ അടുത്ത് വരുന്നുണ്ടല്ലോ, കൺവെൻഷന് വരാൻ വേണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വന്ന ശേഷം നല്ല ആരോഗ്യത്തോടെ ഞാൻ കാണുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. എന്നാലും അവിചാരിതമായിട്ട് ഇന്നലെ രാവിലെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയായി മാറി. ഡോൺ ബ്രദർ എനിക്ക് പരിചയമുള്ളത്, ഞാൻ ഡോൺ ബ്രദറിനെ വിളിച്ചിട്ടില്ല, ഞാൻ മോനെന്നേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. എഞ്ചിനീയറിംഗ് പഠിച്ചത് ബാംഗ്ലൂരിലാണല്ലോ, ജാലകളി ഫെയ്ത്തോവിനടുത്താണ് രാമയ്യ കോളേജ്. താൻ അവിടെ നമ്മുടെ ആരാധനാ സ്ഥലത്ത് ഒരു കൂട്ടങ്ങൾ പോലും മുടങ്ങാതെ എല്ലാ കൂട്ടങ്ങൾക്കും കടന്നു വരികയും, എല്ലാ കൂട്ടങ്ങൾ മീൻസ് ഒരു സഭായോഗവും മുടങ്ങിയിട്ടില്ല. ആരാധനയ്ക്ക് കടന്നു വന്നിരുന്നാലും സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല, സാധാരണ പിള്ളേരെ പോലെയല്ല. ട്രംപാടടിച്ച് നല്ല തലയൊക്കെ കുലുക്കി നല്ല പാട്ടൊക്കെ പാടി, മാത്രമല്ല നല്ല അഗ്നിയഭിഷേകത്തെ ആത്മാവിൽ നിറയും. നല്ല ദീർഘദർശനം, പ്രവചിച്ചാൽ തന്നെ സഭ ഒന്നായി ഇളകുന്ന മാതിരി ഉള്ള ഒരു അഭിഷേകം പ്രവചനം തനിക്കുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളും ഡോൺ ബ്രദറും ഏകദേശം ഒരേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളായിരുന്നാൽ അവരും ഫെയ്ത്തുമായിട്ട് എപ്പോഴും സഹകരണമുള്ളതിനാൽ കുഞ്ഞുങ്ങളുമായിട്ട് വളരെ അടുക്കുന്നതിനും, സത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മകനെ പോലെയായിരുന്നു ഞാൻ ഈ ബ്രദറിനെ കണ്ടിരുന്നത്. ഡോൺ ബ്രദർ പറയുകയും ചെയ്യുമായിരുന്നു, പെണ്ണമ്മേൻ്റെയും ജോർജ് കുട്ടിയെങ്കിലും എനിക്ക് എൻ്റെ പപ്പയും അമ്മയും ഞാൻ എങ്ങനെ കാണുന്നുവോ അതുപോലെയാണ് ഞാൻ ഇവരെ കാണുന്നതെന്ന് പറയുമായിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ ഓഗസ്റ്റ് ലാസ്റ്റ് ഗ്രേസ് കുട്ടുമാരുടെ മരണത്തിന്, അതായത് എൻ്റെ മകളുടെ മമ്മിയും ഇവിടെ മരിച്ചു പോയല്ലോ, അപ്പോഴാണ് ഞങ്ങൾ അവസാനമായി കണ്ടത്. സെമിട്രിന് വീട് വരെ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ വന്നു, അനേക കാര്യങ്ങൾ സംസാരിച്ചു. ഇനി എനിക്ക് ബാംഗ്ലൂരിൽ വരണം, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ബാംഗ്ലൂർ വരണമെന്ന് പറയുകയും ചെയ്തിരുന്നു. എല്ലാം കർത്താവിൻ്റെ സമയത്ത് ദൈവം എല്ലാം നന്നായി ചെയ്തു എന്നല്ലാതെ എനിക്കൊന്നും പറയുവാൻ കഴിയുകയില്ല. മാത്രമല്ല ഈ ഡിസംബർ 10-ാം തീയതി കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ഫെയ്ത്ത് ഹോമിൽ 34-ാം തീയതി വരെയും ഓരോ രാവിലെയും വൈകിട്ടും ഇങ്ങനെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. ഈ വിഷയം പറഞ്ഞ് അതിയായി ഞങ്ങൾ ഫെയ്ത്ത് ഹോമിൽ പ്രാർത്ഥിച്ച ഒരു വിഷയമായിരുന്നു. ഞങ്ങളുടെ വേലക്കാരുടെയും വിശ്വാസികളുടെയും അനുശോചനയും കൂടെ ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി ഒന്നിച്ചിട്ടുണ്ട്. സിസ്റ്റർ ഗ്രേസി, ബാംഗ്ലൂർ. Praise the Lord. I praise and thank God firstly for Brother Don's life and what God did through him through his life in each of our lives. Though this was an unexpected passing, again God did it all in his perfect time and in his perfect will. I can only thank God for that. Though he lived a very short life, it was almost a perfect life. For that also I thank and praise my God.
And I am here right now with an association with him for the last 16 years. But prior to that, our families were associated for the last 3 generations together. But we were associated in 16 years from our college days in Bangalore. And now with his ministry in the Adela Faith Home also, he got even more closer to our family. He considered my father as his own father. He always considered my brother as his own brother, my sister as his own sister. I also bring greetings and wishes from Brother Gladson and family from Ohio, from the New Testament Church, and also from the Young Adults Retreat group who are serving the Lord in the New Testament Church across USA and Canada. And there are many qualities that I can tell about him, which I have understood and observed through my association with him. One main thing was that he knew every single song that was written in Hindi, English, Malayalam, and Tamil. And he used to sing them so wonderfully and beautifully. He also used to find a flair for learning instruments, though he was not an expert, but still he used to try his best to play instruments. And another quality that I saw of him was he knew how to interact with people from every age group, irrespective of whether it was a child till a senior citizen. I have seen a lot of small kids jumping in joy the moment they used to see Don Apichin, because that was the kind of rapport he built with even the children. And I thank and praise God that he did an amazing ministry even among the youths and the kids, especially in the Kotaragara Center. And I have always seen him and known him. He used to love trying out new food and taking people to places to share their joy of food. And another quality that I have seen of him was he was an avid reader. And that was one of the reasons he loved coming home, especially to discuss, to talk, and spend time with my father when my father was there. And he used to love reading every kind of books. And he used to impart those knowledge in his sermons and even while encouraging people. And even in his prayers also for others, he used to use that knowledge also. I thank and praise God for that. During his ministry in Adidala, he did a lot of good. He did a massive amount of ministry in Adidala. Especially he initiated open air meetings every alternate Sundays, which started becoming a great blessing for that land. It was like a dormant land getting active, and it was clearly being seen in the blessings of that land, the church, and each of us who are there as believers. Also, the way he supported during my father's last days, during my father's sickness, and during the end time, the way he handled the funeral arrangements and all were very matured, and it showed how professional he was, how matured he was. It also proved his time management skills also, the way he started the funeral before time and ended it all on time. I thank and praise God that God brought Brother Don to Adela Faith Home and to our family at the right time, because it is all just God's doing, and I thank God for that. Even in his sermons, he used his sermons in order to edify the church and each of us individually. His sermons were that powerful, and they were actually encouraging and motivating for each of us. Even the way he supported each of us in prayer was also very powerful. Whatever we mentioned to him in prayer, he used to sit on his knees and used to make sure that it was done in God's time. And we thank and praise God for that. He, in overall, was a great asset, and he was used to edify the church and each of us individually and also for the land. I thank and praise God for that. His life was of love, obedience, and dedication to God, who was his master. And I thank and praise God for that also. His passing is definitely a personal loss for me and for my whole family and for our church, but he's definitely a gain in heaven. The void cannot be filled, but I know that my God will definitely try to fill it up for us. I once again thank God for all the good things that God did through Brother Don's life and sharing it to each of us. Praise the Lord. കൂടെ ഇവിടെ പറയുകയാണ്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ കൊളനടയിലെ കൺവെൻഷൻ ഉള്ളതുകൊണ്ട് അതിന് മുമ്പായുള്ള സുവിശേഷ ജാഥയിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ആണ് പെട്ടെന്ന് ഇങ്ങനെ സാക്ഷി പറയേണ്ടതായി വന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ചാണ് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വന്നത്. 2017 വർഷം ഇവിടെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുന്നതിന് മുമ്പായി തലേദിവസം രാത്രിയിൽ കണ്ട കാഴ്ച ബ്രദർ ഡോണിൻ്റെ പ്രത്യേകമുള്ള പ്രാർത്ഥനാ ജീവിതമാണ്. ദൈവവുമായുള്ള ആ പ്രാർത്ഥനാ ജീവിതം തൻ്റെ ജീവിതത്തെ
പ്രകാശിപ്പിച്ചു എന്ന് പറയുന്നതിൽ സംശയമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ട്രെയിനിങ് സെൻറ്ററിലും അത് വളരെ പ്രകടമായിരുന്നു. 3:45 സ്തോത്ര പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽപ്പിക്കും. 4 മണി മുതൽ 5 മണി വരെയുള്ള സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ശേഷം 5:30 വരെയുള്ള ബൈബിൾ റീഡിങ് കഴിഞ്ഞ് പെട്ടെന്ന് 6 മണിക്ക് തന്നെ അവിടെ പ്രാർത്ഥനാ ഹാളിൽ വരേണ്ടതായിട്ട് ഉണ്ട്. അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണ്. എന്നാൽ കൃത്യം 6 മണിക്ക് തന്നെ താൻ എങ്ങനെയെങ്കിലും അവിടെ ഓടിയെത്തും. ഞങ്ങൾക്ക് പലപ്പോഴും കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട്. എന്നാൽ സമയമാകുമ്പോൾ ഹോളിൽ ചെന്ന് കാണുമ്പോൾ തൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തൻ്റെ ജീവിതം ദൈവത്തോട് ഉറ്റ ബന്ധത്തിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയല്ലോ. ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ദൈവത്തോടുള്ള ജീവിതത്തിൽ തൻ്റെ ശിഷ്ടകാലം കഴിപ്പാനും ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെ പിതാവിനെയും മാതാവിനെയും ദൈവം ആശ്വസിപ്പിക്കണം, സഹോദരങ്ങളെ ആശ്വസിപ്പിക്കണം. ദുഃഖിതരായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും സഭാവിശ്വാസികളെയും ആശ്വസിപ്പിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. സ്തോത്രം. വർഗീസ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു സാക്ഷ്യം പറയണമെന്ന് ഞാൻ എൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ ഈ ഡോൺമനെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ 4 സഹോദരങ്ങളിൽ മൂത്ത എൻ്റെ സഹോദരൻ്റെ മകനാണ്. ഈ കുഞ്ഞുങ്ങളെ രണ്ടിനെയും വളർത്തിയതായ വിധങ്ങളൊക്കെ എനിക്കറിയാം. അനുസരണത്തിലും ദൈവത്തിലും വളർത്തുകയും ദൈവവേലയ്ക്ക് ഇറങ്ങണമെന്ന മകൻ്റെ ആഗ്രഹപ്രകാരം അതിനായി തന്നെ സമർപ്പിക്കുകയും കുഞ്ഞുങ്ങളെ അതിന് പ്രകാരം വളർത്തുകയും ചെയ്ത എൻ്റെ സഹോദരൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സഹോദരനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടിയും വിശുദ്ധന്മാർക്ക് വേണ്ടിയും തൻ്റെ സമയങ്ങൾ 75% ചിലവായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് കഴിഞ്ഞുള്ള 25% എനിക്ക് തോന്നുന്നുള്ളൂ തൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. തൻ്റെ ബാല്യപ്രായം മുതൽ ഇവിടെ ഞങ്ങൾ ബാല്യപ്രായം മുതലും അതിനുശേഷം താൻ മസ്കറ്റിൽ കടന്നപ്പോൾ ഏകദേശം 40 വർഷത്തോളാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയം മുതൽ ഇപ്പോഴും ഫെയ്ത്തുമായിട്ടും വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മയും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെയും സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതായ ചില ചിന്തകളൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ കുഞ്ഞുങ്ങളൊന്നും ഒരു പാവവും ചെയ്യാത്ത കുഞ്ഞുങ്ങളാണ്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ് അവർ രണ്ടുപേരും. ഞങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ പാവങ്ങളൊക്കെ ചില കള്ളം പറയുക, അങ്ങനെയുള്ള പാവങ്ങളൊക്കെ ഞങ്ങളും ചെയ്യുന്നുള്ളൂ. വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരമാണ് ഞങ്ങളുടെ ചെറിയ പ്രായം മുതൽ ഈ വിശുദ്ധ കൂട്ടായ്മയിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അങ്ങനെയുള്ളതായ ക്വസ്റ്റ്യനുകളൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടാവും. എന്നാൽ ഞാൻ ദൈവത്തിൽ നിന്ന് എൻ്റെ വിശുദ്ധന്മാരുടെ ആലോചനയൊക്കെയും കേൾക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മറന്നു കളയുവാനും അവരുടെ ആലോചനയെ അനുസരിച്ച് ജീവിപ്പാനും കർത്താവ് ഇത്രത്തോളം ഇടയാക്കിയ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കൊച്ചുപ്പ എന്ന് വിളിക്കുന്നത്, എന്നാൽ ഇനി ആ വിളി കേൾക്കുമ്പോൾ എനിക്ക് സാധ്യമല്ലല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. അതുപോലെ എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അവരെപ്പോഴും ചാച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആലോചനയൊക്കെയും ചോദിക്കും. ഞാൻ 1.5 മാസമായി മസ്കറ്റിൽ ഇവിടെ കടന്നു വന്ന് ഇവിടെ ഉണ്ട്. മോൻ്റെ അസുഖം അറിഞ്ഞ സമയം മുതൽ അടുത്തലിലൊക്കെ 3-4 പ്രാവശ്യം പോയി. എന്നാൽ ലാസ്റ്റ് 1-ാം തീയതി ആ മകൻ ജനുവരി 1-ാം തീയതി ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. അവിടുത്തെ വിശ്വാസികളെയെല്ലാം വരുത്തി അന്ന് ഒരു മീറ്റിംഗ് നടത്തുവാൻ ഒരു 15 മിനിറ്റത്തേക്ക് താൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ഒരുങ്ങി അവിടെ കസേരയിൽ വന്നിരുന്ന് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുവാനും എല്ലാവരെയും പ്രാർത്ഥിച്ച് ഇപ്പോൾ അച്ചാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും വാക്യങ്ങളെ അതുപോലെ ഒരു ഓഫർ ഇങ്ങനെ അല്പം പണം ഇതെല്ലൊക്കെയും ഞങ്ങൾക്ക് ലഭിക്കാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളും കുടുംബമായി തൻ്റെ കാൽച്ചുവട്ടിൽ പോയിരുന്ന് എന്നെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിട്ടതാണ്. ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിട്ടതാണ്. അതിനുശേഷം ഇവിടെ കൊട്ടാരക്കര സെൻറ്ററിലേക്ക് വന്നു. അവിടെയും വന്ന് കാണുവാനും മിക്കവാറും ദിവസങ്ങളിൽ മേഴ്സിയെ വിളിച്ച് മേഴ്സിയോടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നത്. അവളാണ് കൂടുതൽ അടുത്തുള്ളത്. വിവരങ്ങൾ അറിയുവാനൊക്കെയും കർത്താവ് സഹായിച്ചുകൊണ്ടിരുന്നാൽ തന്നെ വളരെ പണ്ടുള്ളതായ അവസ്ഥയിൽ നിന്ന് വളരെ ഭേദപ്പെട്ട അവസ്ഥയിൽ കാണുവാനൊക്കെയും സഹായിച്ചു. എന്നാൽ ദൈവത്തോട് എന്നും ഞാൻ രാത്രി കർത്താവേ
സഹിപ്പാൻ കഴിയുന്ന കഷ്ടമേ കൊടുക്കാവൂ. കുഞ്ഞിൻ്റെ കഷ്ടം ഞാൻ ആദ്യം ചെന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കർത്താവേ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചു. രാത്രി ഉണരുന്ന സമയത്തല്ല ഞാൻ ആ ഒരു കാര്യം മാത്രമാണ് ദൈവത്തോട് പറയുന്നത്. ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. ഇതൊക്കെയും സഹിപ്പാനും വഹിപ്പാനും വേണ്ടതായ കൃപ അടിയങ്ങൾക്കും തരണം, മാതാപിതാക്കൾക്ക് കൊടുക്കണം, സഹോദരന് കൊടുക്കണം, ഞങ്ങളുടെ ബന്ധക്കാർ ചർച്ചക്കാർക്കെല്ലാം കർത്താവ് കൊടുക്കണം. തന്നെ അവിടുന്ന് ഒരു വലിയ വിലയുള്ള കല്ലായി അവിടുന്ന് തിരഞ്ഞെടുത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മകൻ്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളൊക്കെയും അനുവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ അടിയങ്ങളെയും താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദിവസങ്ങളിലെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടിരുന്നുള്ളൂ. കൊട്ടാരക്കര. ശരിക്കും പറയണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എനിക്കിങ്ങനെ ഒരു സാക്ഷിയായി നിൽക്കുക ദൈവം സഹായിച്ച നല്ല കൃപയ്ക്കായി എനിക്ക് ഡോണച്ചാനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ദൈവം എനിക്ക് സഹായിച്ച നല്ല സമയത്തിനായി സ്തോത്രം. ഡോണച്ചാനെ ശുശ്രൂഷിപ്പിക്കാനും എനിക്ക് ദൈവം ദൈവം നൽകി. എന്നാലും കൊട്ടാരക്കിലോട്ട് വരുന്ന സമയത്ത് 6-ാം തീയതിയാണ് ഇവിടെ വന്നത്. 4-ാം തീയതി വൈകിട്ട് എനിക്കൊരു കാര്യം പറഞ്ഞായിരുന്നു അച്ഛൻ. എന്നാലും അച്ഛൻ പറഞ്ഞായിരുന്നു, എന്നെ ദൈവം എടുക്കുവാണെങ്കിൽ നീ ഈ കാര്യം പുറത്ത് പറയാവൂ. അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്നാൽ അച്ഛൻ പറഞ്ഞത്, ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്കിനി 3 ആഴ്ച കൂടെ ഇങ്ങോട്ടുള്ള ഈ ലോകത്തിൽ പറഞ്ഞ പോലെ 4-ാം തീയതിയാണ് പറഞ്ഞത്. ഈ 25-ാം തീയതി അച്ഛൻ പറഞ്ഞ് 3 ആഴ്ച തികഞ്ഞ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 3-ാമത്തെ ആഴ്ചയിൽ എന്നെ ചെന്ന് ഇരുമ്പല്ലൂരിൽ നിന്ന് ആൾക്കാർ വന്ന് വിളിക്കുമ്പം ഞാൻ അവരെ കൂടെ ചെല്ലും. അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എംബ്രകാപ്പം പ്രാർത്ഥിക്കണമെന്ന്. അതുപോലെ തന്നെ അച്ഛൻ്റെ അവസാന സമയത്ത് എംബ്രകാപ്പം പ്രാർത്ഥിച്ചു വരുന്നു. അത് അച്ഛൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തവണ്ണമുള്ളൊരു ഭാഗ്യമായിരുന്നു. എനിക്കാണെങ്കിൽ അച്ഛനെ കുറിച്ച് പറയുമ്പം എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ അച്ഛൻ എന്നെ കണ്ടിരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞത് കാര്യത്തിൽ എനിക്കൊരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റാതിരുന്നിട്ടുള്ള ഈ ലോകത്തിൽ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നീ പെട്ടെന്ന് ഡ്രൈവിങ് പഠിക്കണം, എന്നിട്ട് എൻ്റെ വണ്ടി പിടിക്കുവാൻ വേണ്ടി നീ എൻ്റെ കൂടെ വരണം. എന്നാൽ ഞാൻ ഡ്രൈവിങ് പഠിച്ചു. അച്ഛനെ ഒരു ദിവസം പോലും ഞാൻ ഓടിച്ചു കൊണ്ടുപോകാൻ വാഹനത്തിൽ കൊണ്ടുപോകാൻ ഇടയാക്കിയില്ല. അതിന് മുന്നേ അച്ഛൻ വയ്യാതവണമായിരുന്നു. അച്ഛൻ മൊത്തം കൂടെ വയ്യാതായിട്ട് ഇപ്പം തീരെ വയ്യാതെ കിടപ്പായിട്ട് ഇപ്പം 2 മാസമായി. 2 മാസക്കാലം ഞങ്ങൾ നോക്കിയത് 4 പേരാണ്. പക്ഷെ നോക്കി ആർക്കെങ്കിലും വല്ല അസ്വസ്ഥതകളോ വയ്യായ്മ വരുമോ പറയുന്നത്, മക്കളമാരെ നിങ്ങളെ ശരീരം നോക്കണം, നിങ്ങളെ അവസ്ഥ നോക്കിയിട്ട് എന്നെ ശുശ്രൂഷിപ്പിക്കാവൂ. വന്നാലും കഷ്ടത ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിച്ചു, ശിക്ഷിപ്പിക്കാനുള്ള ബലവും ദൈവം നൽകി. എന്നാലും ഇവിടെ ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ സ്വർഗത്തിൽ വലിയൊരു പ്രതിഫലം അച്ഛന് വേണ്ടിയുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട്
അവിടെ മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥനയും ചോദിച്ചു എൻ്റെ സാക്ഷി ജോപ്പച്ചൻ എറണാകുളം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാതാപിതാ സഹോദര ബന്ധങ്ങൾ എല്ലാവരെയും വിട്ട് ഈ ബോസിൻ്റെ വെയിലേക്ക് കടന്നു വന്ന് വിശുദ്ധന്മാരെ ഐക്യത്തിൽ കടന്നു വന്ന് തിടുക്കത്തിൽ തൻ്റെ വേല തികച്ച് പ്രത്യാശയുടെ തുറമുഖത്ത് ചേരുവാൻ പ്രിയ ദൈവദാസന് കൊടുത്ത ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇരുമ്പിലിയൂരിൽ ട്രെയിനിങ് സമയം മുതൽ പ്രിയ ദൈവദാസനെ ബ്രദറിനെ എനിക്ക് പരിചയമുണ്ട്. ദൈവത്തിന് സ്തോത്രത്തിന് ശേഷം എറണാകുളത്ത് വന്നു. ദൈവത്തിന് സ്തോത്രം. എറണാകുളം വേലയ്ക്ക് ഈ ദൈവദാസൻ വളരെ അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂൾ പ്രവർത്തനത്തിന് വളരെ സപ്പോർട്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരെ ആത്മീയ വർധനയ്ക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവജനങ്ങളുടെ ഇടയിൽ ഈ ദൈവദാസൻ വളരെ ഇറങ്ങി പ്രവർത്തിച്ച് കുഞ്ഞുങ്ങളെ ആകർഷിച്ച് അവരെ മുൻപോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി അധികം പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വളരെ അനേക വിശേഷ ഗുണങ്ങൾ ഈ ദൈവദാസനുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. തികഞ്ഞ ദൈവസ്നേഹം, മറ്റുള്ളവരെ ബഹുമാനിക്കുക. മുമ്പേ പ്രിയ ഷാൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കർത്താവിൻ്റെ അടിമയായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും ഒക്കെയും വളരെ മുൻപന്തിയിലായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അനേക വിശേഷ ഗുണങ്ങൾ മുഖമുദ്രയാക്കിക്കൊണ്ട് ജീവിച്ച ഒരു ദൈവദാസനായ ദൈവത്തിന് സ്തോത്രം. ഇത്ര പെട്ടെന്ന് കടന്നു വന്ന് അറിഞ്ഞില്ല. ദൈവത്തിന് ഇന്നലെ രാവിലെയും ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ച് എണ്ണിച്ചപ്പോഴാണ് എനിക്ക് ഈ വാർത്ത അതിരാവിലെ ഞാൻ അറിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ കടന്നു വരാനുള്ള ആഗ്രഹത്തോടെ സൺഡേ സ്കൂൾ കഴിഞ്ഞ ഉടനെ ഞാൻ എറണാകുളത്ത് നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ബസ് കിട്ടി. ഞാൻ ബസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് തക്ക സമയം ഇവിടെ എത്തണം കർത്താവേ, എനിക്ക് ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ഇവിടെ എത്തണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥിച്ച ദൈവത്തിന് ഞാൻ വണ്ടി നിർത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, പെട്ടെന്ന് വിടണേ, വണ്ടി ബ്ലോക്കായി കഴിഞ്ഞാൽ എനിക്ക് സമയത്ത് എത്താൻ പറ്റില്ല. അങ്ങനെ എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാൻ നിർത്തട്ടെ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ എറണാകുളം സെൻറ്ററിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സഹാധ്യാപകരുടെയും പ്രത്യാശയും അനുശോചനവും ഞാൻ അറിയിക്കും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഹിറ്റ്ലറിന് വിരോധമായി പ്രവർത്തിച്ച ഒരു ദൈവദാസനെ പട്ടാളക്കാർ വെടിവെക്കുവാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ആ പട്ടാളക്കാരോട് ആ ദൈവദാസൻ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും എൻ്റെ ഇത് അന്ത്യമാണെന്ന്, എന്നാൽ ഇത് എൻ്റെ അന്ത്യമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭമാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അതുപോലെ ഒരു ഭക്തൻ്റെ വേർപാട് ഈ പരദേശവാസം വിട്ട് നിത്യവാസത്തിലേക്ക് പോകുന്ന ഒരു പ്രമോഷനാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഈ ബ്രദറും ദൈവദാസനും കഷ്ടങ്ങളെല്ലാം സഹിച്ച് ഒരു പാനീയാഗമായി തീർന്ന് പ്രത്യാശത്തോടൊപ്പം എത്തിച്ചേരാൻ കൊടുത്ത ഭാഗ്യത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. സർവ്വാശ്വാസങ്ങളെ ഉറവിടവനായ കർത്താവ് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ആശ്വസിപ്പിക്കുക. ഞങ്ങൾക്കും ദുഃഖമുണ്ട്. എറണാകുളം സഭയുടെ, എറണാകുളം ദൈവമക്കളുടെ, കുഞ്ഞുങ്ങളെ, അധ്യാപകരെ എല്ലാവരെയും പ്രത്യാശ അനുശോചനവും ഒരു ആവശ്യം കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് എളിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോൺ ഇളമ്പൽ. ദൈവനാമത്തിന് നന്ദി കുറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്ന് പറയുന്നത് പോലെ ഈ ദൈവദാസനെ തക്ക സമയത്ത് വലിയവനായ കർത്താവ് തൻ്റെ സന്നിധിയിൽ ചേർത്തല്ലോ. താൻ സുഖമില്ലാതെ കിടന്നത് മുതൽ ഞങ്ങളുടെ സഭയിൽ, ഇളമ്പൽ സഭയിൽ ഉപവാസ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ സഭായോഗങ്ങളിലുമൊക്കെ പേര് പറഞ്ഞ് പല പ്രാവശ്യം പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് കേട്ടു അല്പമായ സൗഖ്യമുണ്ടെന്ന് കേട്ടുവെങ്കിലും ഇന്നലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുൻപായി താൻ ദൈവസന്നിധിയിൽ ചേർത്തുകൊണ്ട് എന്ന് അറിയുവാൻ വലിയവനായ കർത്താവ് ഇടയാക്കി. ഇദ്ദേഹം ത്തിൻ്റെ അമ്മ ഞങ്ങളുടെ ഇളമ്പൽ സഭയിലെ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനി കൂടെ ആയിരുന്നു എന്ന് ഇന്നറിയുവാൻ തക്കോണം സാധിച്ചു.
വലിയവനായ കർത്താവ് തന്നെ കൊണ്ട് ചെയ്യിച്ച എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കായും നന്ദിയുള്ളവരായിരിക്കുന്നു. ഇളമ്പയിൽ സഭയിലെ എല്ലാ വിശ്വാസികളുടെയും അനുശോചനം അറിയിക്കുന്നതോടൊപ്പം ദോഹയിലായിരിക്കുന്ന ബെഞ്ചമിൻ ബ്രദറിൻ്റെയും കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ തോണിപ്പാറ രാജനച്ചായൻ കുടുംബത്തിൻ്റെയും ഒക്കെ കൂടി അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കി ഇരുന്നുകൊള്ളുന്നു. സ്തോത്രം.